ഹലോ, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുവാവേൻ്റെ ചോറൂണ് വീഡിയോയിലേക്ക് സ്വാഗതം. ചോറൂണ് പെട്ടെന്ന് തീരുമാനിച്ചൊരു സംഭവം കേട്ടോ. രാത്രി 9:30 ആ ടൈമിൽ തീരുമാനിച്ചു. പകൽ 7 മണിക്ക് ചോറ് കൊടുത്തു. അങ്ങനെ ആരെയും വിളിക്കാനൊന്നും പറ്റിയിട്ട, ആരെയും വിളിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉണ്ടായിട്ട്, പിന്നെ അമ്പലത്തിലുള്ളവർ മാത്രമേ ഉണ്ടായിട്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ചോറ് കൊടുക്കാൻ ശരിക്കും വൈകിപ്പോയി. ശരിക്കും നമ്മൾ നേരത്തെ കൊടുക്കാൻ വിചാരിച്ചതാണ്. തെയ്യം ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ തെയ്യം ഇപ്പോഴൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ 10-ാം തീയതി, ഇന്ന് കൊടുത്തു. പിന്നെ കുറേ നാളായി നമ്മൾ വേഗം തന്നെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ തെയ്യം തന്നെ കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് കുറേ നിന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ അമ്പലത്തിൽ നിന്ന് തന്നെയല്ലേ, അപ്പോൾ തെയ്യം ഇല്ലെങ്കിൽ സാരില്ല, മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കൊടുത്തു. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെല്ലാം എത്തി. അപ്പോൾ നമ്മളുടെ മുത്തപ്പന് ഫസ്റ്റ് പൈൻകുറ്റി വെച്ചതിന് ശേഷമേ നമുക്ക് കുഞ്ഞുവാവൊക്കെ ചോറൂണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മുത്തപ്പൻ്റെ അമ്പലം അടുത്തുള്ളവർക്കെല്ലാം മനസ്സിലാവും. ആദ്യം പയൻകുറ്റി എന്ന് പറയും, പൈൻകുറ്റി എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് പൈൻകുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയേണ്ടത്, അപ്പോൾ ആരുമില്ല. നമ്മൾ ശരിക്കും അമ്പലത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകുന്നുണ്ട് കേട്ടോ. നാട്ടുകാരും അങ്ങനെയെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ആരും ഉണ്ടായിട്ടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടായിട്ടാ. അപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടു. 7 മണിക്ക് നമ്മൾ എത്തി. 8 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഒരു 7:45 ആകുമ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ ഈ അമ്പലം ഉള്ളത്. കൊഴക്കുണ്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര. അപ്പോൾ പൈൻകുറ്റിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു നായ കേട്ടോ ഇത്. അപ്പോൾ ഇത് മുത്തപ്പനാറിലധികം വരുന്നുണ്ട്. ശരിക്കും മുത്തപ്പൻ്റെ അടുത്ത് ഒരു നായൻ്റെ സാന്നിധ്യം എന്തായാലും വേണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. ശരിക്കും ആ നായ അടുത്ത് തന്നെ നമ്മളെ മുത്തപ്പൻ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ വന്നു. ഇപ്പോൾ നമ്മളെ ചോറൂണ് നടക്കാൻ സമയമായി. ചോറൂണ് മാത്രമല്ല കേട്ടോ, പേരും വിളിക്കുന്നുണ്ട്. പേര് നമ്മൾ പറഞ്ഞു. ശരിക്കും എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലായിട്ട് പേര് ഇന്നാട്ടോ. കുഞ്ഞുവാവേൻ്റെ ചെവിയിൽ ഒതുന്നത് ഇന്നാണ്. അപ്പോൾ ധനീഷേട്ടൻ അതിന് പ്രിപ്പേർഡായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയല്, പ്രസാദം നമ്മൾ പണപ്പായസം എന്ന് പറയും. പണപ്പായസം അവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് ഇവരാട്ടോ അടുത്ത എന്താ പറയല്, കാർണോച്ചെന്നെല്ലാം പറയില്ലേ, അതുപോലെ എന്താ പറയല്, മടയൻ എന്ന് പറഞ്ഞത് ഇവരാട്ടോ. അപ്പോൾ ഇവർ കുഞ്ഞുവാവേനെ വെള്ളത്തിലെല്ലാം ശുദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമുണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുമുണ്ടാതിരിക്കുന്നുണ്ട്. പാവം കുഞ്ഞ് രാവിലെ എണീച്ചതുകൊണ്ട് ഒന്നും വലിയ അലമ്പൊന്നും ആക്കിയിട്ടാണ് ആ ഉറക്കപ്പിച്ചിൽ തന്നെ ഇല്ലതാണ് സംഭവം. ഇല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ആവശ്യത്തിനെല്ലാം കരുതുന്ന കുഞ്ഞ് തന്നെ, എന്നാലും പാവമാണ്. അപ്പോൾ ധനീഷേട്ടൻ ചെവിയിൽ, കുഞ്ഞവൻ്റെ ഒരു ചെവിയിൽ വെറ്റില വെച്ചിട്ട് പേര് വിളിക്കുന്നുണ്ട്. പേര് ഇതാട്ടോ, പേര് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പേര്, ദക്ഷദേവ് എസ്. എൻ്റെ അച്ഛൻ്റെ പേരാട്ടോ, എസ് സുരേഷ് കുമാർ. അപ്പോൾ ദക്ഷദേവ് സുരേഷ് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എനിക്ക് നല്ല ധനീഷേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണിത്, ദക്ഷദേവൻ. അതുകൊണ്ടാണ് ഇട്ടേട്ടോ. അതുകൊണ്ട് ഞാനും അത് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ പേരാത്ത ഫസ്റ്റ് ഇഷ്ടമുണ്ടായത്. പക്ഷെ അതിനേക്കാളും ധനീഷേട്ടൻ ഈ പേര് ഇഷ്ടമുണ്ടായതുകൊണ്ട് ഇതിട്ടു. അപ്പോൾ ഇത് നമ്മളെ കുഞ്ഞുവാവ എപ്പോഴും കൈ വായിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ചുണ്ടൻ വിരൽ എപ്പോഴും വായിൽ തന്നെ ആയിരിക്കും. കുഞ്ഞാവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ എല്ലാ സംഭവം കൊടുക്കുന്നതല്ലേ, അരി ഭക്ഷണം കൊടുക്കുന്നതല്ലേ. കുഞ്ഞുവാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൊടുക്കുമ്പോഴെല്ലാം ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കുന്നുണ്ട്.